വീട് മാറുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാമിജിയെ കാണാൻ പോകുന്നു. എല്ലാവരും ഉറക്കമായതിനാൽ ബുദ്ധിമുട്ടിക്കുന്നില്ല സുഹാസിനി. ഈ അമ്മ എന്തിനു ഇതിനൊക്കെ കത്തെഴുതി വെച്ചിരിക്കുന്നത്? എന്തിനു ഏതെങ്കിലും കത്തെഴുതി വെച്ചോളൂ. കൊച്ചമ്മ, ഹലോ കൊച്ചമ്മ, എവിടെ പോണ ചായക്കാരാ? കൊച്ചമ്മക്ക് ചായ കൊടുക്കാൻ. എന്ത് ചായ കൊടുക്കാൻ അമ്മ അവിടെ ഇല്ല. കൊച്ചമ്മ അവിടെ പോയി? അമ്മ ഒരു സ്ഥലം വരെ പോയിക്കുന്നു. ആ സ്ഥലത്തിനെന്ത് പേരില്ലേ? സ്ഥലത്തിന് പേരുണ്ട്, പക്ഷെ അത് പറയണ്ടാന്ന് അമ്മതെ ഈ ഒരു കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മാടൊന്നും തള്ളല്ലേ. എന്റെ കൊച്ചമ്മ എന്റെ അടുത്ത് പറയാതെ ഒരിടത്തും പോവില്ല. നിങ്ങളടുത്ത് പറയാൻ നിങ്ങളാര് തുക്കിടി സായിപ്പാ? സായിപ്പൊന്നും അല്ലെങ്കിലും കൊച്ചമ്മയും ഞാനും തമ്മിലുള്ള ആത്മബന്ധം അങ്ങനെയാണ്. നീ വരുന്നതിന് മുമ്പേ കൊച്ചമ്മ എടുത്തോട്ട് നടന്നവനാണ് ഞാൻ, അറിയാമോ? വലിയ കാര്യം. എന്താന്ന് വലിയ കാര്യമൊന്നും? ഞാനും അമ്മയുടെ നല്ല ആത്മബന്ധത്തിലാ. ഇയാള് പറഞ്ഞാലേ കൊച്ചമ്മ കേൾക്കുള്ളായിരിക്കും. ഞാൻ പറഞ്ഞാലേ അമ്മ കേൾക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി മുത്തോണ്ണെ പറ്റി, അപ്പൊ തന്നെ ഔട്ടാക്കിയാണ്ട് ആ ഗേറ്റിന്റെ പുറത്ത് നിൽക്കും മുത്തോണ്ണെ. അയ്യടി മനമേ, തീപ്പെട്ടി കോല് നടന്നത് തന്നെ. നടക്കാൻ എന്തോന്നിരിക്കുന്നത്? അയ്യോ, എന്റെ കുഞ്ഞങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ലേ. ഇവിടെ വലിഞ്ഞ് കയറി വന്ന സമയത്തെ ഞാൻ ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് കൊച്ചമ്മ ഒരു അക്ഷരം ഉണ്ടായിരുന്നത്. അത് മറക്കല്ലേ സുരഭി? അതൊക്കെ എനിക്ക് അറിയാം. സമയത്ത് എന്നെ എല്ലാരും കൂടെ പുറത്താക്കാൻ നോക്കിയതൊക്കെ ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഇനി ഞാൻ വിചാരിച്ചാലും ഓട്ടിക്കാൻ പറ്റും, മറക്കല്ലേ? പിന്നെ വലിയ കാര്യമായിപ്പോയി. അമ്മ വരുന്നവരെ നിങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട എന്റെ ചുമതലയാണ്. വലിയ കാര്യമായിപ്പോയി. അതുകൊണ്ട് എന്തെങ്കിലും തരികട വല്ല ഒപ്പിക്കാൻ നോക്കിയത് അമ്മ വരുമ്പോ കിട്ടിക്കോളും. എനിക്ക് കിട്ടണോ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. ചായം കൊടുത്തോണം, വേണമെങ്കിൽ എടുത്ത് കൂടി. ഇതെന്തോന്ന് ചായ? ഇതെങ്ങനെ അമ്മ കുടിക്കുന്നത്? കഷ്ടം തന്നെ. എന്നെയും കുറ്റം പറഞ്ഞു, എന്റെ ചായയും കുറ്റം പറഞ്ഞു. കൊച്ചമ്മ ഇല്ലാത്തപ്പം കയറി അങ്ങ് ഭരണം. ശരിയാക്കി തരാം. കിടന്നുറങ്ങുന്നല്ലേ കുഞ്ഞെ? കുഞ്ഞെ എന്താന്ന്? നിങ്ങളിപ്പോ ഇതിനെ കെട്ടിപ്പിടിക്കാൻ വന്നേ? ഞാനാണോ കുഞ്ഞല്ലേ എന്നെ കെട്ടിപ്പിടിച്ചത്? ആണോ? ഞാന് സുരഭിയാന്ന് ഓർത്തിട്ടേ. സുരഭിന്ന് വിചാരിച്ചാ? ഇങ്ങനെയൊന്നും കെട്ടിപ്പിടിക്കല്ലേ കേട്ടോ, പ്രശ്നമുണ്ട്. ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് നിങ്ങളിപ്പോ വന്ന കാര്യം എന്താ? എനിക്ക് നീതി വേണം കുഞ്ഞെ. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും എനിക്കത് വേണം. എന്തോ കാര്യം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ഇന്ന് സുരഭി എന്നെ പരിഹസിച്ചു, എന്റെ തൊഴിലിനെ പരിഹസിച്ചു. ഇതെല്ലാം പോട്ടെ, എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമെന്നും പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞു കുഞ്ഞെ. ഷീ ഈസ് ആക്ച്വലി ഗ്രേറ്റ്. ഐ ഷുഡ് അപ്രീഷിയേറ്റ് ഹർ. ബിക്കോസ് എനിക്ക് ഇതുപോലത്തെ ഗട്ട്സ് ഇല്ല ആരോട് മുഖത്ത് നോക്കി പോടാ എന്ന് പറയാനേ. അവളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് ഗ്രേറ്റ്. കൊള്ളാം. ഞാൻ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് കുഞ്ഞിന്റെ അടുത്ത് വന്നപ്പോ കുഞ്ഞു എന്നെ പരിഹസിക്കാനല്ലേ? നന്നായിരിക്കുന്നു കേട്ടാ, നന്നായിരിക്കുന്നു. അണ്ണാനിപ്പോ എന്തോ പ്രശ്നം എന്തുവാ? എന്താ പ്രശ്നം? ഇതിപ്പോ എന്തായാലും ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. എന്റെ പൊന്നണ്ണ, ഇതിനകത്തൊന്നും എനിക്കൊരു പരിഹാരം പറയില്ല. ഇതിനകത്ത് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത് അമ്മയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറ. ഞാൻ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നു. കൊച്ചമ്മ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഈ അഹങ്കാരം എന്റെ അടുത്ത് കാണിക്കുന്നത്. അമ്മ എവിടെ പോയി? ആ വാക്കേ ഞാൻ ചോദിച്ചുള്ളൂ. കൊച്ചമ്മ ഇവിടെ പോയി. അതിന് പറയാനൊരു തെറിയില്ല, പച്ചത്തെറിയാണ് വിളിച്ചു പറഞ്ഞത്. സുരഭി എന്നെ വിളിച്ച്. അവളങ്ങനെ വിളിക്കാൻ സാധ്യതയൊന്നുമില്ല. ഇതാണ് എന്റെ അമ്മയുടെ അമ്മമ്മേനെ വിളിച്ചു കുഞ്ഞെ. കുഞ്ഞെന്തായാലും വഴക്ക് പറയണം. വഴക്ക് പറയണം. എന്നിട്ട് പറയണം എന്റെ മൂത്ത ചേട്ടനെ പോലെയാണ് മുത്തു അണ്ണൻ, അതുകൊണ്ട് അദ്ദേഹത്തിനെ ബഹുമാനിക്കണം. പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, അദ്ദേഹത്തിന് വഴക്ക് പറയാൻ പാടില്ല, നല്ല ബഹുമാനപൂർവ്വം വേണം കാണാൻ എന്നൊക്കെ പറയണം. നല്ല രീതിയിൽ വഴക്ക് പറയണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് പോയി പറയാം. പറ്റത്തില്ല ഞാൻ പറഞ്ഞു. കുഞ്ഞിന്റെ അടുത്ത് ഞാനാണ് പറഞ്ഞത്. രാവിലെ താഴെ നിപ്പോണ്ട് ചെന്ന് വഴക്ക് പറയപ്പോ. അണ്ണൻ ഇപ്പൊ എന്റെ കൈ വിട്ടാൽ എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ വിടൂല. വാങ്ങിട്ട് പറ്റത്തില്ല. വന്നേ പറ്റുള്ളൂ. പറ്റത്തില്ലെന്ന് പറഞ്ഞല്ലോ അണ്ണാ. ഞാനേ ഒരുപാട് തോലെടുത്ത് നടന്ന ഒരാളാണ്, അത് മറക്കരുത്. നിങ്ങൾ തോളെടുത്തുന്ന കഥയൊന്നും എന്റെ അടുത്ത് പറയല്ലേ മുത്തണ്ണ. കാര്യങ്ങളൊക്കെ ചെറുതായിരുന്നെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ സെർലാക്ക്, ബൂസ്റ്റ്, ഹോർലിക്സ് എല്ലാം കട്ട് കുടിച്ചല്ലേ നിങ്ങള്? ഞാനല്ലേ മറന്നിട്ടൊന്നുമില്ല. എന്തായാലും പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, ഉറപ്പ് തന്നെ. എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. ഞാൻ വെറും പാവപ്പെട്ടവൻ. ആരും അല്ലല്ലോ നിങ്ങൾക്ക് നിന്നെ. ഞാനൊരു പട്ടി, ചാവാലി പട്ടി.
ഞാനൊരു പട്ടി, ചാവാലി പട്ടി, 2 കാലുകളുണ്ട് എനിക്ക്, 2 കാലുകളുണ്ട്. അണ്ണാ നിർത്തിക്ക്. മതി, ഇനി ഇവിടെ നിന്ന് കവിത വല്ലതും പാടിക്കഴിഞ്ഞാൽ ഞാൻ ഇടിച്ചും പിടിച്ചിട്ട് പോയ അവിടെ നിന്ന്. കവിത പോലും പാടാൻ സമ്മതിക്കരുത്. സമ്മതിക്കത്തില്ല. ഓഹോ, അത് ശരി. മനുഷ്യന്റെ ഉറക്കവും കളയാൻ. ആ മുത്തോണ്ണ, അമ്മ ഇവിടെ ഒന്നുമില്ല, എവിടെ പോയി? കൊച്ചമ്മ പുറത്തേക്ക് പോയി. ആണോ? എവിടെ പോയെന്ന് പറഞ്ഞോ മുത്തോണ്ണ? കുഞ്ഞെന്താ ചോദിച്ച? അമ്മ എവിടെ പോയി, എവിടെയെങ്കിലും പോയത് പറഞ്ഞോന്ന്? പുറത്തേക്ക് പോയി. കൊച്ചമ്മ പുറത്തേക്ക്. മുത്തോണ്ണ എന്തിനാ വിഷമിക്കുന്നേ? വിഷമം കൊണ്ടാ കുഞ്ഞെ, വിഷമം കൊണ്ടാ. അതെന്താ കാരണം? എന്താ കുഞ്ഞെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ഇവിടുത്തെ ആരാ? മുത്തോണ്ണ ഇവിടുത്തെ കാര്യസ്ഥ ആണല്ലോ. കാര്യസ്ഥ എന്ന് പറഞ്ഞ എന്താ? കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാള്. അതെ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ സുരഭി അവിടെ നിൽക്കായിരുന്നേ. ഞാൻ സുരഭിയോട് ചോദിച്ചു, കൊച്ചമ്മ എങ്ങോട്ട് പോയെന്ന്. അത്രേ ഞാൻ ചോദിച്ചോളൂ, അത് മാത്രം ഞാൻ ചോദിച്ചോളൂ. ഉടനെ അങ്ങോട്ട് ഇനി പറയാൻ ഇനി തെറിയില്ല കുഞ്ഞെ. അത് പോട്ടെ, കുഞ്ഞിനെ എന്തിനു പറഞ്ഞു? അതിനാ എനിക്ക് വിഷമം. എന്നെയാ? എന്നെ എന്തിന്? അല്ല, അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞിനോട് വന്ന് പറയുന്നത് ഞാനാണെന്ന് പറഞ്ഞു. അതും പോട്ടെ, കൊച്ചമ്മ ഇവിടെ ഇല്ലാത്തപ്പം ഇവിടുത്തെ ഭരണം മൊത്തം നടത്തുന്നത് സുരഭിയാണെന്ന്. അവളോ? അവളാള് കൊള്ളാലോ. ഒരു ദിവസം അമ്മ ഇവിടെ ഇല്ലാതായപ്പോഴത്തേക്കും ഭരണം മൊത്തം അവള് കൈക്കലാക്കി കഴിഞ്ഞു. അത് കൊള്ളാലോ. ഭയങ്കര വിഷമായി പോയി കുഞ്ഞെ എനിക്ക്. മുത്തോണ്ണം വിഷമിക്കണ്ട, അറിയാതെ കരച്ചിൽ നിർത്താം. ഇവളീ പറഞ്ഞതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പണി കൊടുക്കണം. കൊടുക്കണം. മുത്തോണ്ണന്റെ കൂടെ നിൽക്കും. ഞാൻ കൂടെ ഉണ്ട്. ഉറപ്പാണ്? ഉറപ്പാണ്. എന്നാ ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇവിടെ അല്ല, ഇതെന്താ മുഖത്ത് ബൊബപ്പട പൊടിച്ചു വെച്ചിരിക്കുന്നു? ബോംബെപ്പൊടി ഞാൻ പൗഡർ ഇട്ടത് എനക്കെന്താ? പൗഡർ ഇട്ടാനാ മുഖത്ത് പുട്ടടിച്ച പോലെ ഉണ്ട്. പൗഡർ തന്നെ എനിക്ക് ഇടണമെന്നില്ല. പണ്ട് മുതലേ എനിക്ക് ഇച്ചിരി കളറൊക്കെ ഉള്ളതാ. പിന്നെ ഞാൻ ഇച്ചിരി പൗഡർ ഇട്ടെന്നേ ഉള്ളു. പക്ഷെ ഇത് തുടച്ചു കളയുമ്പോ നാട്ടുകാരുണ്ട് കളിയാക്കുമ്പോ അമ്മ. പിന്നെ തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ, എനിക്കറിയാം. എവിടെ പോന്നു അമ്മച്ചി? ഞാനേ സുഹാസിനി ചേച്ചിയുടെ അവിടെ വരെ ഒന്ന് പോടാ. ഓ, ചന്ദ്രാസ്തി പോയിരുന്നോ? അടിയുണ്ടാക്കാനായിരിക്കല്ലേ? എന്താ അങ്ങനെ ഒരു ഡോക്ക്? എന്താടാ വഴക്കാളിയാണോടാ? ഈ കാണുന്നവരും പോകുന്നവരോട് എല്ലാം വഴക്കിടാൻ നടക്കുന്നേ? അമ്മ അവിടെ പോയി ലജ്ജാവുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. എന്താ എന്താ ചെയ്യാ? അവിടെ പോയി നാണം കെടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. നാണക്കെടുന്നില്ല, ഞാൻ അങ്ങോട്ട് ചെന്നു ഒരു നാണക്കേടും ഇല്ല. ചേച്ചി, ഞാൻ വന്നത് എനിക്കൊരു 2000 രൂപ ചേച്ചി തരണം എന്ന് പറയുന്നു. ചേച്ചി എനിക്ക് 2000 രൂപ തരുന്നു, ഞാൻ പേശി വെക്കുന്നു, ഞാൻ പോരും. 2000 രൂപ അടിക്കുന്നത് തിരികെ അമ്മ അവിടെ പോയി പൈസ കരമ്പി പിടിക്കുന്ന നാണക്കേടല്ലേ നമുക്ക്? ചമ്മച്ചിക്കൊരു നാണം തോന്നിട്ട് എന്നാ 5000 ചോദിക്കാം. ഇവിടെ നിന്നെ പോലെ ഒരു കാളക്കൂട്ടിനെ വളർത്തുന്നതിനെ എനിക്ക് ചിലപ്പം ആരുടെ ഒക്കെ ഇരക്കെട്ടി വരും. ഇങ്ങനെ തെണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നാ പിന്നെ നീ കെട്ടി വെച്ചേക്കുന്നതിന് 2000 രൂപ എടുത്ത് താടാ. അമ്മ നോക്കിയോ, എനിക്കൊരു ദിവസം വരും. അത് കലണ്ടർ ഇല്ലാത്ത ദിവസമായിരിക്കും. അന്ന് കലണ്ടർ ഈ ലോകത്ത് കാണത്തില്ല. അടക്കിടാത്ത മനുവേ, എന്താ നോക്കുന്നേ? അത് പൈസ ഇല്ലക്കളെ. 50 രൂപ. അയ്യോ, 50 രൂപ വെച്ച് നാണോ ഇല്ലല്ലോ ചെറുക്ക, ജോലിക്ക് പോടാ. 50 രൂപ. മുത്തു, മുത്തു. എന്ത് കൊച്ചമ്മ? അയ്യോ, കൊച്ചമ്മ അതിനിടയ്ക്ക് വന്നാ? കൊച്ചമ്മ, കൊച്ചമ്മ, കൊച്ചമ്മ എവിടെ പോയത്? ഞാനും മുത്തോണ്ണ വിളിച്ചേ. എന്റെ പൊന്നെ, അതേ ശബ്ദം, അതേ ഗാംഭീര്യം. സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയട്ടാ. എന്റെ കൊച്ചമ്മ ഇവിടെ ഇല്ലാത്തപ്പം കൊച്ചമ്മയാവാൻ എന്തുകൊണ്ട് യോഗ്യത കുഞ്ഞിനാണ്. ശരിക്കും? സത്യം. ഈ വീടിന്റെ നാഥ എന്ന് പറയുന്നത് എന്റെ കുഞ്ഞാണ്. ഇപ്പോഴെങ്കിലും വീടിന്
നാദ കിട്ടിയല്ലോ സത്യം. കുഞ്ഞെ, ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ. വേടിനു പൊന്മണി വിളക്കുനി തറവാടിനു നിധിനി കുടുംബിനി. മതി, ഓക്കെ. എന്തായാലും എന്നെ ഇത്രയും പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുത്തണ്ണ. താങ്ക് യു. മുത്തണ്ണന്റെ കാര്യം മുത്തണ്ണ എനിക്ക് കഴിക്കാത്തില്ല. ശരി കൊച്ചമ്മ. മുത്തോണ്ണ ഓ, അവിടെ നിന്നാണ് നിക്കല്ലേ? ഇവിടെ എന്ത് നാടകമാണ് നടക്കുന്നത്? അത് പറഞ്ഞ എനിക്കും കൂടെ ഒന്ന് അറിയായിരുന്നു. അറിയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിന് പറയത്തക്ക നാടകം നടക്കത്തില്ല. പിന്നെ ഇവിടെ എന്തോ കൊച്ചു കൊച്ചമ്മ എന്നൊക്കെ വിളിക്കുന്നു. ആ മുഖത്തിന്റെ ഐശ്വര്യം, ആ ഗാംഭീര്യം, ആ ശബ്ദമൊക്കെ കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. മുത്തണ്ണ, ഓ, ചിലർക്കൊക്കെ എന്തോ അസൂയ മുക്കുന്നുണ്ടോ എന്നൊരു സംശയം. എത്ര അസൂയ മൂത്തിരുന്നാലും എനിക്ക് ഒരു വിഷയമില്ല. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. ഞാൻ അങ്ങോട്ട് വിട്ടാൽ എനിക്ക് കൊച്ചു കൊച്ചമ്മയ്ക്കുള്ള ആഹാരം എടുക്കാമായിരുന്നു. ഇതാ വരുന്നേ കൊച്ചു കൊച്ചമ്മ. ശരി മുത്തണ്ണ. സുരഭി, നീ ഇനി ഇപ്പൊ ഇവിടെ അടിച്ചു വരാനും നിൽക്കണ്ട. ആ പൊടിയെല്ലാം കൂടെ എന്റെ ഫുഡിലായിട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുമല്ലോ. സോ നീ പുറത്തെ പണികളൊക്കെ ഇപ്പൊ നോക്കിയാൽ മതി കേട്ടോ. അതെ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അമ്മ ഇരിക്കുന്ന ചെയറിൽ ഇരുന്നിട്ട് അമ്മയാണെന്ന് വിചാരിക്കുന്നു വേണ്ട. അത് അമ്മ ആവാനും പോകുന്നില്ല. കൊള്ളാം. വിളിക്കുന്ന കേട്ടില്ലേ നീ കൊച്ചു കൊച്ചമ്മ? കൊച്ചമ്മ, നീ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എവിടെ പോണു? പ്രശോഭണ്ണ, നിങ്ങളെ ഭാര്യയുടെ തലേന്ന് ഏതോ ഒരു കിളി പറന്നു പോയിരിക്കുകയാണ്. വേണമെങ്കിൽ ആ കിളിയെ പിടിച്ച് കൂട്ടിനകത്ത് ഇട്ടോ. ഒരു കുഞ്ഞമ്മ വന്നിരിക്കും. നത്തിങ് സീരിയസ്, യു സിറ്റ്. അല്ല, നിനക്കിപ്പോ ആക്ച്വലി എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. ഞാനൊരു ദിവസം ഈ വീടിന്റെ കൊച്ചമ്മ ആയാലും എങ്ങനെ ഇരിക്കുന്ന ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ. ബെസ്റ്റ്. ഇതെങ്ങാനും അമ്മ കാണണം, നിന്നെ എടുത്ത് പുറത്തെറി. അതിന് അമ്മ ഇവിടെ ഇല്ലോ. അമ്മ എങ്ങോട്ട് പോയി? അമ്മ എവിടെയോ പോയി. മുത്തോണ്ണ, കൊച്ചു കൊച്ചമ്മ, ആഹാരം തടി. വിളമ്പി തരൂ. ഓ, 1 or 2 2 enough. അവിടെ വേണ്ട. എന്തെന്നാ നിങ്ങളെ കളിയും പറഞ്ഞോ? എന്റെ അടുത്താ എന്തിനു കിളി ഉറക്കുന്നത്? ഞാൻ എന്റെ കൊച്ചമ്മ കണക്ക് കാണുന്നു, അത്രേ ഉള്ളൂ. ഒരു വീട്ടില് എല്ലാവർക്കും വട്ടായാലുള്ള പ്രശ്നം ഇതാ. അല്ല, എന്താ പൂരി. പൂരിയാ? കണ്ടിട്ട് ചപ്പാത്തി മോഡൽ ഉണ്ടല്ലോ. എനിക്കൊന്നും വേണ്ട. അവരെല്ലാം പോയി ഇനി അഭിനയിക്കണ്ട. ഇത് അഭിനയല്ല, ശരിക്കും പറഞ്ഞതാ. എനിക്കിത് വേണ്ട. തമാശ സീരിയസ് ആയ? സീരിയസ് ആയി. ശരി, വേറെ അടുത്തോണ്ട് വരാം കൊച്ചു കൊച്ചമ്മ. എനിക്ക് ദോശ വേണം. ശരി കൊച്ചു കൊച്ചമ്മ. കൊണ്ടേക്കോ. കൊള്ളാലോ. വരുന്ന കൊച്ചു നറന്ത്. ഓ, നിങ്ങളായിരുന്നല്ലേ? പിന്നെ എന്റെ അമ്മയാന്ന് വിചാരിച്ചോ? എന്റെ അമ്മ ഇവിടെ പറഞ്ഞത് അതാണ്. എന്റെ അമ്മ എന്തിനാ? നിങ്ങൾക്ക് ഇവിടെ എന്തോ പരിപാടി? അത് ഞാൻ ഇതുവരെ പോയപ്പോ ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പൊ ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നു. ഓഹോ, പിന്നെ എന്നെ കണ്ടപ്പോ എന്തിനാ ഒളിച്ചത്? ആരൊളിച്ച്? ഞാൻ കണ്ടില്ല. എന്നെ കണ്ട പൊളിക്കുന്നത്. പോവണ്ട, ഞാനൊന്നും ഒളിച്ചതൊന്നുമില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ട്. തോട്ടത്തിൽ എന്തിനാ കയറിയത്? ഞാൻ ചുമ്മാ കയറിയാന്ന് പറഞ്ഞ്. ഇതെന്തോന്നു? എന്തോന്നു അറിഞ്ഞിട്ട്? ഇതിനകത്ത് ഒന്നുമില്ല. കാണിച്ചാണ്. പിന്നെ കാണിക്കാൻ പോകുന്നു. പറയുന്നുണ്ടോ? കാണിക്കാൻ പോയില്ല ഞാൻ. പൊത്ത് കിടക്കണ അതിനകത്ത്. പൊത്തോ കണ്ടാ? റംബൂട്ടാൻ. എന്റെ പൊന്നേ, ഇതൊരു തോട്ടം മൊത്തമുണ്ടല്ല. പിന്നെ തോട്ടം 5-6 റംബൂട്ടാൻ മറിച്ചാ തോട്ടം മൊത്തം. ഇത് ഈ തോട്ടം മൊത്തം പാട്ടത്തിന് കൊടുത്തിരിക്കണേന്ന്. അതിനിപ്പോ എനിക്കെന്താ ഇവിടെ? നിങ്ങൾക്ക് എന്തിന്? തിന്നാനാണോ കൊണ്ടുപോയി വിൽക്കാനാണ്? പിന്നെ ഇത് വിറ്റിട്ടുണ്ട്. മരുന്ന് ഒരിക്കൽ എനിക്കൊരു 2 നില വീട് കണ്ടു വെച്ചിട്ടുണ്ട്. മേടിക്കണം പോയി. ഇത് പോവച്ചേടുന്ന്. എവിടെ പോണം? അങ്ങോട്ട് തള്ളി. ഞാൻ ചേച്ചി ഒന്ന് കൊണ്ടേച്ചു. അമ്മ അവിടെ ഇല്ല. അവിടെ പോയി. അമ്മ ഒരു സ്ഥലത്ത് പോയി. അയ്യോ എന്റെ ശിവനെ. അപ്പൊ പിന്നെ എനിക്ക് മാസപ്പടി കിട്ടാനുള്ള 2000 രൂപ ഞാൻ ആരോട് ചോദിക്കും? മാസപ്പടി 2000? എനിക്ക് എല്ലാ മാസവും ചേച്ചി കൃത്യമായിട്ട് 2000 രൂപ തന്നോണ്ടിരുന്നോ. ഞാൻ ആരോട് ചോദിക്കും? മാമി വിഷമിക്കണ്ട മാമി. പിന്നെ വിഷമിക്കാതെ 2000 രൂപ നീ തരുവോ? അതല്ല മാമി, നമ്മളൊക്കെ ഇവിടെ ഇല്ലേ.
അല്ല നീ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് 2000 രൂപ കിട്ടുമോ? അപ്പൊ അമ്മ പോകുന്നതിന് മുന്നേ ലക്ഷ്മി ചേച്ചിയുടെ കയ്യില് മാമിക്ക് കൊടുക്കാൻ വേണ്ടി 5000 രൂപ കൊടുത്തിട്ട് പോയി. അയ്യോ എന്നാ പിന്നെ ഞാൻ പോയി മേടിക്കാം. എനിക്ക് പറയട്ടെ, ഒരു പേപ്പറിലാണ് എഴുതി വെച്ചിട്ട് പോയത്, ഇത് ശ്യാമള വരുമ്പോ കൊടുക്കണേന്ന് ഈ 5000 രൂപ. അത് ഞാൻ പോയി മേടിക്കട്ടെ. പക്ഷെ ഇത് ലക്ഷ്മി ചേച്ചി മുക്കാനുള്ള പരിപാടിയില്ല. ആണോ? മുക്കോണോ? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് മുക്ക് ഉറപ്പാണ് കേട്ടോ. എന്റെ ചേച്ചിയുടെ പൊന്നെ ചേച്ചിക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. ഇവിടെ നിന്ന് മോങ്ങാതെ അങ്ങോട്ട് ചെല്ല്. ഞാൻ പോട്ടെ. ഇന്ന് കൊച്ചമ്മ കൊറേ വെള്ളം കുടിക്കും. അയ്യോ കത്തിടണമല്ല, കത്തിടണം. മോളെ എന്താ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇതെന്താ മോളെ കണ്ണിന് വല്ല അസുഖമുണ്ടോ? ഇല്ല, ഞാനിതൊരു സ്റ്റൈലിന് വെച്ചിരിക്കുന്നു. കൊള്ളാം അങ്ങോട്ട്, മുഖം നന്നായിട്ട് ചേരുന്നുണ്ട്. നന്നായിട്ടുണ്ടല്ലോ. ഞാനാണോ? ചെറിയൊരു ക്ഷീണവും ഉണ്ട് കേട്ടോ. ആഹാരം നന്നായിട്ട് കഴിക്കണം. ഞാൻ ഡയറ്റിലാ. ആണോ? കണ്ട പറയത്തില്ല. എത്ര മാസമായിക്കളെ? എന്ത് ഡയറ്റാണോ? ഡയറ്റ് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഈ ഗർഭമല്ല. അയ്യോ എന്റെ പൊന്നു ചേച്ചി, മെലിയാൻ വേണ്ടിട്ട് ചെയ്യുന്ന. അതായിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെ. മോളെ അയ്യോ ഇപ്പൊ മോക്കിപ്പൊ ഞാൻ എന്താ തരണ്ടേ? റംബൂട്ട. ഇത് ഇവിടുത്തെ പറമ്പിലല്ലേ? എന്നാ അത് പറഞ്ഞോ? പറഞ്ഞില്ല, അവനവന്റെ കൊച്ചിനെ കാണുമ്പോ മനസ്സിലാവും. ആണോ? പക്ഷെ ഇത് ചന്തേന്ന് ഞാൻ മേടിച്ചത്, ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതായിരുന്നു. മക്കളെ അതിങ്ങിതാ. അയ്യോ ഇതല്ല, എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ ഉണ്ട്, അതിങ്ങിതാ. പൈസ? ഏത് പൈസ? ഒന്നും അറിയാത്ത പോലെ. ഒന്ന് പോയേച്ചി. ഇവിടുത്തെ സുഹാസിനി ചേച്ചി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ലയോ മോളുടെ അടുത്ത് എനിക്ക് മാസപ്പടി തരാനുള്ള 5000 രൂപ? അതിങ്ങി താ. മാസപ്പടിയോ? എന്താ നീ കേട്ടിട്ടില്ലേ മാസപ്പടി? മാസപ്പടി കേട്ടിട്ടുണ്ട്, പക്ഷെ ആരും എന്റെ കയ്യിലൊന്നും പൈസ ഏൽപ്പിച്ചു തന്നിട്ടില്ല. ആര് പറഞ്ഞു തന്നിട്ടില്ലെന്ന്? കത്തിനകത്ത് എഴുതി വെച്ചിട്ടല്ലേ ചേച്ചി പോയത്? മാസപ്പടിയായിട്ടുള്ള 5000 രൂപ എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ ചേച്ചി പോയത്? ഏത് കത്ത്? സുരഭി അവിടെ നിന്ന് പറഞ്ഞല്ലോ കത്ത് കൊടുത്തിട്ടുണ്ടെന്ന്. മാസപ്പടി ഇവിടെ വന്നാ ലക്ഷ്മി എനിക്ക് തരുമെന്ന് പറഞ്ഞല്ലോ. എന്റെ പൊന്നെ, എന്റെ കയ്യിൽ ആരും പൈസ ഏൽപ്പിച്ചു തന്നിട്ടില്ല. മുത്തോണ്ണ, ചേച്ചി പറഞ്ഞ് ഏൽപ്പിച്ച 5000 രൂപ എനിക്ക് താവച്ചേ. മുത്തോണ്ണ, അതേ ഇവരെന്തൊക്കെ പറയുന്നു? എന്ത് ശ്യാമളെ, എന്ത് കുഴപ്പം? ചേച്ചി ഒരു 5000 രൂപ ഈ കൊച്ചിന്റെ കൊടുത്ത് എനിക്ക് തരാൻ വേണ്ടിട്ട്. ആ കൊച്ചെനിക്കിപ്പോ തരുന്നില്ല, അതുകൂടെ അവക്കങ്ങ് വേണമെന്ന്. കുഞ്ഞങ്ങ് കൊടുത്തരും, നമുക്ക് എന്തിനാ പൈസ? എന്റെ ആരും തന്നിട്ടില്ല മുത്തോണ്ണ, എന്റെ പൈസ ഒന്നുമില്ല. തന്നിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? സുരഭി വ്യക്തമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കത്തിനകത്ത് ചേച്ചി എഴുതി വെച്ചിട്ടാണ് പോയത് എനിക്ക് മാസപ്പടി 5000 രൂപ തരണമെന്ന്. അയ്യോ ഏത് കത്ത്? ഞാൻ അതാ ചോദിച്ചേ, ഏത് കത്ത്? എന്താ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഏത് കത്ത്? ആ കൊച്ചാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞേ. ഏത് കൊച്ച്? സുരഭി. അവള് സുരഭി ആയിരിക്കും. ശ്യാമളെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തരുമല്ലോ. ലക്ഷ്മി കുഞ്ഞ് അങ്ങനെ ചെയ്യൂലല്ലോ. ഞാനും ഇതുവരെ വിചാരിച്ച മുത്തു. ഈ ദേഷ്യപ്പെടുന്നെന്തിന്? ഇവിടെ തരുന്നില്ലെന്ന് പൈസ. എനിക്ക് അവകാശമുള്ളതാ മുത്തു. അതുകൊള്ളാം. എന്റെ പൈസ ഇല്ലെന്ന് അറിഞ്ഞൂടെ? പൈസ ഇല്ല, ഏട്ടന്റെ കയ്യിലല്ലേ? പിന്നല്ലാതെ ഏട്ടന്റെ കയ്യില്. ഇനി ഏട്ടനെ തപ്പി ഞാൻ അവിടെ പോണം. സൗമ്യമായിട്ട് സംസാരിക്കേ, സൗമ്യമായിട്ട് സംസാരിക്കേ. വന്നപ്പോ ഞാൻ സൗമ്യമായിട്ട് തന്നെ സംസാരിച്ചു. തരത്തിലെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ റംബുത്താൻ നീ എനിക്ക് വേണമെങ്കിൽ തിന്നണ്ട, ഞാൻ ചേച്ചി നിന്നോട് പറഞ്ഞോ റംബൂട്ടാൻ ഇവിടത്തെ റംബൂട്ടാൻ അങ്ങനെ അങ്ങനെ കുറഞ്ഞു വരെയാണ് കേട്ടാ. നീ വന്നിട്ട് പോകുമ്പോഴെല്ലാം റംബൂട്ടാൻ കാണൂല. റംബൂട്ടാനോടത്തോളം പ്രേമോ നിനക്ക്? എന്നെ റംബൂട്ടാനെ പ്രേമിക്കുന്നില്ല, നിന്നെ അങ്ങ് പ്രേമിച്ചാലോ? നമുക്ക് പിന്നീട് ആലോചിക്കുന്ന കാര്യമില്ല. പ്രേമിക്കാൻ പറ്റിയൊരു സാധനം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതല്ലല്ലോ. സുരഭി, എന്റെ എന്തെങ്കിലും പൈസ ഏൽപ്പിച്ചിട്ടുണ്ടോ നീ ഇവരോട് പറഞ്ഞായിരുന്നോ? അങ്ങനെയല്ലേ അമ്മ ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. കണ്ട നമ്മള് വരുമ്പോ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന 5000 രൂപ അങ്ങ് കൊടുത്തേക്കണം. എന്റെ ദൈവമേ, എന്റെ പൈസ ഒന്നും തന്നിട്ടില്ല. നീ അങ്ങ് നന്നാവടി. 5000 രൂപ കൊണ്ട് നീ അങ്ങ് നന്നാവും. നീ അങ്ങ് പണക്കാരിയാവും. അയ്യോ എന്റെ ചേച്ചി എനിക്ക് തന്ന 5000 രൂപ. എവിടെങ്കിലും പൈസ ഒപ്പിച്ച് കൊടു. പൈസ ഇല്ല, എല്ലാം ഏട്ടന്റെ കയ്യിലല്ലേ? ഏത് വേട്ടന്റെ കയ്യിലായാലും എനിക്ക് കിട്ടാനുള്ള 5000 രൂപ എനിക്ക് കിട്ടിയിരിക്കണം. അമ്മ എന്തായാലും പൈസ ഇവർക്ക് കൊടുക്കാന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണോ പോയത്? ഇല്ല. പിന്നെന്തിനാ അമ്മ ഈ കത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നേ? കത്തിലെഴുതി നോക്കണം കൊച്ചമ്മ. നോക്കി ചേച്ചി, ശ്യാമള വരുമ്പോ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന 5000 രൂപ അങ്ങ് കൊടുത്തേക്കണം. ഇവരെന്നെ എന്തൊക്കെ പറഞ്ഞു നോക്കിയമ്മ. ചേച്ചി അത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോലും ചേച്ചിയുടെ ഈ 2 മരുമക്കള് കള്ളികൾ എനിക്ക് 5000 രൂപ തന്നില്ല ചേച്ചി. എന്റെ പൊന്നു പോലത്തെ ചേച്ചി കൊടുത്തതല്ലേ ചേച്ചി, എനിക്ക് തന്നില്ല ചേച്ചി. കരയല്ലേ. കൊള്ള, നീ നിന്റെ മാസപ്പടി വാങ്ങിക്കാൻ വന്നല്ലേ ശ്യാമള? ആണല്ലോ. വാങ്ങിച്ചോണ്ട് സ്ഥലം വിടാൻ നോക്ക്. ഇത് എത്ര ഉണ്ട് ചേച്ചി? 2000. അയ്യോ
2000 ഉള്ളൂ. എനിക്ക് 5000 ഞാനങ്ങ് മനസ്സിൽ കണ്ടുപോയി ചേച്ചി. അയ്യോ അങ്ങനെ ചുമ്മാ ഓരോന്ന് കാണരുത്. വേണ്ടെങ്കിൽ ഞാൻ നേരെ ഞാൻ കൊണ്ട് വെച്ചേ കഴിഞ്ഞോണ്ടോ. ചേച്ചിക്ക് പിന്നെ ഒരു വിഷമാവും. വേണ്ട, ഞാനിത് വെച്ചോളാം. അയ്യോ. നല്ല പെമ്പിള്ളേരാട്ടോ ഇത് രണ്ടും. പോട്ടെ. നേരത്തെ പറഞ്ഞ പ്രേമത്തിന്റെ കാര്യം മറക്കല്ലേ. അവന് പ്രേമിക്കണോന്ന് തന്നെ. അമ്മ ഇവരെന്തൊക്കെയാ എന്നെ പറഞ്ഞേ? അപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ ഇതൊക്കെയാണ് ഇവിടെ പരിപാടി അല്ലേ? അല്ല നീ എന്തുവാ ഈ കറുത്ത കണ്ണാടിയൊക്കെ വെച്ച് ഈ കോലത്തിൽ ഇവിടെ ഇരിക്കുന്നത്? ചുമ്മയാ? ചുമ്മയൊന്നുമല്ല, അമ്മയ്ക്ക് പകലോട്ട് ഇവിടെ കൊച്ചമ്മ കളിക്കുകയായിരുന്നു. അതിന് സപ്പോർട്ടായിട്ട് ഈ മുത്തു അണ്ണനും. അമ്മ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയും പിന്നെ അതിന് ഇത് ചോറ് വിളമ്പി കൊടുക്കുന്നു, കസലിൽ ഇരുത്തുന്നു, എന്തൊക്കെയായിരുന്നു. ഭയങ്കര ഷോ ആയിരുന്നു ഇവിടെ കിടന്നു. ചോറ് ചോദിച്ചപ്പം കൊടുത്താണ് കൊച്ചമ്മ അല്ലേ? അത് ശരി, എല്ലാം മനസ്സിലായി. ആ അല്ല, ഇല്ലമ്മ, അങ്ങനൊന്നുമില്ല. ഇവള് ചുമ്മാ പറയാണ്. സുരഭി അതൊക്കെ തമാശയായിട്ട് എടുത്താ മതി ഈ കേട്ടോ. തമാശ തോന്നിയില്ല. ഞാൻ തമാശക്ക് വെച്ചമ്മ. ആണോ? ഞാൻ ചായ എടുക്കാം. പിന്നെ അയ്യോ ഞാനും പോണേ അമ്മ. ചെറുപ്പ വന്നേ. എന്തമ്മ? ദേ, എന്റെ അക്ഷരം കോപ്പി ചെയ്ത് ഞാൻ എഴുതിയ കത്തായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത് എന്തിനാ? അത് പിന്നെ അവനെനിക്ക് ഇട്ട് പണി വെച്ചപ്പോ ഞാൻ തിരിച്ചവർക്കൊരു പണി വെച്ചു. ഓഹോ, അപ്പൊ ആരെങ്കിലും വല്ല പണി ഒപ്പിച്ചാ നീ തിരിച്ച് പണി ചെയ്യും. അങ്ങനെയൊന്നുമില്ല. അതിന് നിനക്ക് എന്റെ അക്ഷരം തന്നെ കോപ്പി ചെയ്യണോ? കോപ്പി അടിച്ച് ശീലിച്ചതുകൊണ്ടാ. മനസ്സിലായി.